700 കോടി രൂപ നഷ്ടം. പക്ഷേ നേട്ടമായത് മലയാളികളുടെ ആരോഗ്യത്തിന്. 700 കോടിയോളം രൂപയുടെ മരുന്നു വിൽപ്പനയാണ് കേരളത്തിൽ കുറഞ്ഞത്. ആന്റിബയോട്ടിക്കിന് ഡോക്ടറുടെ കുറിപ്പടി ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നിർബന്ധമാക്കുകയും മെഡിക്കൽ സ്റ്റോറുകൾ അത് പാലിക്കുകയും ചെയ്തതോടെയാണ് ഇത്തരത്തിൽ മരുന്നു വിൽപ്പന കുറഞ്ഞത്. സ്ഥിരമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് മൂലം ആന്റിബയോട്ടിക്കുകളെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ള രോഗാണുക്കൾ കൊണ്ടുള്ള അണുബാധ ഉണ്ടാവുകയും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് ഡോക്ടറുടെ കുറിപ്പടി ഇല്ലാതെയുള്ള ആന്റിബയോട്ടിക് വിൽപ്പന സർക്കാർ വിലക്കിയത്. നിലവിലെ സ്ഥിതി തുടർന്നാൽ 2050 ആകുമ്പോഴേക്കും ലോകത്ത് 1 കോടി ആളുകൾ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് കൊണ്ട് മരണമടയുമെന്നാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത്. ആന്റിബയോട്ടിക്കുകൾ വിൽക്കുന്നതിന്റെ വിവരങ്ങൾ കൃത്യമായി ഫാർമസികൾ സൂക്ഷിക്കണം. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന ഫാർമസികൾക്കും മെഡിക്കൽ സ്റ്റോറുകൾക്കുമെതിരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള കർശന നടപടി സ്വീകരിക്കും. എന്നാൽ ഞെട്ടിക്കുന്ന കുറച്ച് കണക്കുകളും പുറത്തുവരികയാണ്. 15,000 കോടിയുടെ മരുന്നാണ് മലയാളി കഴിക്കുന്നത്. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന്റെ കണക്ക് പ്രകാരം 2023-24 സാമ്പത്തിക വർഷത്തെ വിൽപ്പന കുറവ് 300 കോടിയാണ്. ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷന്റെ കണക്ക് പ്രകാരം 2024-2025 വർഷത്തിലെ വിൽപ്പന കുറവ് 400 കോടിയോളമാണ്. 29,000 മെഡിക്കൽ സ്റ്റോറുകളാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതിൽ മരുന്നിനായി ഒരു വർഷം മലയാളികൾ ചെലവിടുന്നത് 15,000 കോടി. മലയാളി കഴിക്കുന്ന മരുന്നുകളിലെ ആന്റിബയോട്ടിക് കണ്ടന്റ് 15 മുതൽ 20% വരെയാണ്. ആന്റിബയോട്ടിക് വിൽപ്പന സംബന്ധിച്ച് കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട്. NSS വിദ്യാർത്ഥികൾക്കായി 340 ക്യാമ്പുകൾ നടത്തി. ഓരോ 50 കുട്ടികളും 200 വീടുകൾ സന്ദർശിച്ച് അവബോധം നൽകുമെന്നും സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളർ കെ സുജിത്ത് പറഞ്ഞു. അതേസമയം സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തി പദ്ധതിയോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് AN മോഹൻ പറഞ്ഞു. ശരീരത്തിൽ എവിടെയെങ്കിലും അണുബാധ ഉണ്ടാകുമ്പോഴാണ് ഡോക്ടർമാർ ആന്റിബയോട്ടിക് നിർദ്ദേശിക്കുന്നത്. അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ച് ഇഞ്ചക്ഷനായും ഗുളികയായും ഒക്കെയുള്ള ആന്റിബയോട്ടിക്കുകളാണ് ഡോക്ടർമാർ കുറിക്കുന്നത്. ആന്റിബയോട്ടിക്കുകൾ വളരെ ശക്തമായ രീതിയിലാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഭക്ഷണ ക്രമീകരണത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തുന്നത്. വേഗത്തിൽ അസുഖം മാറുന്നതിനും ആന്റിബയോട്ടിക്കുകൾ മൂലം ഉണ്ടായേക്കാവുന്ന പാർശ്വഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു. ആന്റിബയോട്ടിക് കഴിക്കുമ്പോൾ പോഷകങ്ങളും ആന്റി ഓക്സിഡന്റുകളും അമിത അളവിൽ അടങ്ങിയ ഭക്ഷണമാണ് ഉപയോഗിക്കേണ്ടത്. ചീരയില, ഉള്ളി, സവാള, ക്യാബേജ്, ബദാം, വെളുത്തുള്ളി, മത്തങ്ങക്കുരു എന്നിവയൊക്കെ ആന്റിബയോട്ടിക്കുകളുടെ പ്രവർത്തനം വേഗത്തിലാക്കുകയും എളുപ്പത്തിൽ രോഗശമനം സാധ്യമാക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.